വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ തീർന്നിരിക്കുക, പെയിന്റ് പ്രത്യേകിച്ച് തീർന്നിരിക്കുക. കുറേ ദിവസം കേട്ടോ. അപ്പോൾ ശനി ഞായർ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഇടദിവസങ്ങളിലൊന്നും ഈ ചൂട്ടിന് വരാൻ പറ്റില്ല, കാരണം രാത്രിയാവും എല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ 7-8 മണി വരെയൊക്കെ കടയുണ്ടാവുള്ളൂ. ഇന്ന് 9 മണി വരെ ഉണ്ട്. ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ തീർന്നിരിക്കുക. അപ്പോൾ നമുക്കത് വാങ്ങിക്കാൻ പോവാം. ഇവിടെ ഞാൻ നേരത്തെ ചെയ്തിരുന്ന ഒരു വീഡിയോ ഒന്നല്ല വീഡിയോ അതിന് മുന്നേയും ചെയ്തിട്ടുണ്ട്. 2 വീഡിയോസ് അവിടുന്ന് ചെയ്തിട്ടുണ്ട്. ആ കട മൗലവി സ്റ്റോഴ്സ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യം ഒരു വീഡിയോ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടത്രണെങ്കിൽ കണ്ടു നോക്കട്ടോ. ആ കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അടുത്താട്ടോ, തൊട്ടടുത്താണ് കളമശ്ശേരി. ഇപ്പോൾ എടപ്പള്ളി ആണ് ഞങ്ങളുടെ സ്ഥലം. എടപ്പള്ളി മഞ്ഞിമൽ എന്ന് പറയും. അവിടുന്ന് കളമശ്ശേരിക്കാണ് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കടയിൽ. കടയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇത് ആ ഒരു ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഒരു ഭാഗമാണ് കേട്ടോ. ബുക്സ്, ക്രയോൺസ്, അതുപോലെ ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സ്, ഫെവിക്കോളിൻ്റെ പെന്നിൻ്റെ ഒരു ലോകം, അങ്ങനത്തെ അതേ കണ്ടില്ലേ. ഈ ഒരു ഭാഗം പെൻസിൽ എല്ലാം ഉണ്ട്. ഇവിടെ ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രമല്ല, സ്പോർട്സ് ഐറ്റംസ്, അതുപോലെ തന്നെ ബുക്ക് സ്റ്റോളാണ്. ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, എല്ലാ ടൈപ്പ് ബുക്സും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ദേ കണ്ടില്ലേ, ബോട്ടിൽസ്, ബാഗ്സ് എല്ലാം, സാനിറ്റൈസേഴ്സ് ഉൾപ്പെടെ, മാസ്ക്, എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിന് മുന്നേ ഞാൻ മുന്നത്തെ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസിലോട്ടാണ് പോകുന്നത് കേട്ടോ. അത് ഇവിടുന്ന് ബ്രഷ്, ഇവിടുന്നാണ് നമ്മൾ ഉള്ളിലോട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മുടെ പെയിൻറ് എത്തി, പെയിൻറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ കുറേ ഉണ്ട്, കൂടുതലും ക്യാമലിൻ്റെ ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഫെവിഗ്രിലിൻ്റെ ഡെക്കോപ്പേഷ്, മോട്ട്പോജ്, ഫെവിഗ്രിലിൻ്റെ ഉണ്ട് കേട്ടോ. ഫെവിഗ്രിലുണ്ട്, ക്യാമലുണ്ട്, എല്ലാ പെയിൻറ്റും ഉണ്ട്. പേൾ മെറ്റാലിക് ഷെയ്ഡ്സ് ഉണ്ട്, സാധാരണ അക്രലിക് പെയിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ട്യൂബിൽ വരുന്ന നമ്മുടെ അക്രലിക് പെയിൻ്റ് ഉണ്ട്, കളർ പെൻസിലല്ലല്ലോ, എന്ത് വാട്ടർ കളേഴ്സ്, പോസ്റ്റർ കളർ, അങ്ങനെ എല്ലാ ടൈപ്പ് പെയിൻറ്റും ഉണ്ട് കേട്ടോ. അത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വൈറ്റ് അക്രലിക് പെയിൻറ്റ് വേണം, അത് ഇല്ല, നമ്മുടെ ഫെവിഗ്രിലിൻ്റെ ഇല്ല. അപ്പം ഞാൻ ക്യാമലിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇത് ഈ ഒരു ഭാഗം. ഇനി നമുക്ക് 3D ഔട്ട്ലൈനർ വേണം, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന കളർ അവിടെ ഇല്ല കേട്ടോ. ഗ്ലിറ്റർ ടൈപ്പാണ് ആയിരിക്കുന്നത്, അത് നിറച്ചിരിപ്പുണ്ട്. പക്ഷേ നമ്മുടെ സാധാരണ ഔട്ട്ലൈനർ ഇല്ല. അപ്പോൾ അത് കോപ്പർ കളറാണ് എനിക്ക് വേണ്ടത്, അതുപോലെ തന്നെ ഗോൾഡും വേണം, പക്ഷേ ഇല്ല കേട്ടോ. അത് അടുത്ത ദിവസം കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വന്ന് നോക്കാം. ഇപ്പോൾ ഇതില്ല. അപ്പം ഞാനത് തിരിച്ചു വെച്ചു. ഈ ഒരു കളർ എടുക്കാമെന്ന് വിചാരിച്ചു, ഞാൻ തിരിച്ചു വെച്ചു, പിന്നീട് വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത് ഞാനൊരു കളർ കാണിക്കാം. ഇതാണ് പോളോ ഹോബി ആക്രിലിക് കളേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഒരു സാധനമാണിത്. അക്രിലിക് പെയിൻ്റാണ് കേട്ടോ. അക്രിലിക് ഇങ്ങനെയാണ് ബോട്ടിൽ. നമ്മുടെ ഫെവിഗ്രില്ലും അതുപോലെ തന്നെ ക്യാമലും ഒക്കെ വന്ന പോലെ തന്നെ ഇതാണ് പോളോ. ഇത് ഞാൻ കണ്ടിരുന്നു, ഇതിൻ്റെ ഒരു ചെറിയ പരസ്യം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇതാണ് സാധനം, കണ്ടില്ലേ. ഇതിൽ നിന്ന് ഞാൻ 2 എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എങ്ങനെയുണ്ട് പെയിൻ്റ് എന്ന് അറിയണ്ടേ. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ആ പുതിയ സംഭവം. അപ്പോൾ സാധാരണ അക്രിലിക് കളേഴ്സാണ് കേട്ടോ. നമ്മൾ സാധാരണ ഫെവിഗ്രിലിൻ്റെയും അതുപോലെ ക്യാമലിൻ്റെയും അക്രിലിക് കളേഴ്സും എടുക്കില്ലേ, അതുപോലെ തന്നെയാണ്. കളറ് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ച് ആ കുപ്പിയിൽ ബ്രൈറ്റായിട്ട് തോന്നുന്നുണ്ട്. ഒന്ന് നോക്കണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2 എടുക്കുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ, പേൾ മെറ്റാലിക് ഷെയ്ഡ്സാണ് ഇതൊക്കെ. അതിൽ നിന്ന് കുറച്ച് പെയിൻറ്റ് ചെറിയ ബോട്ടിൽസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓരോന്നോരോന്ന് നോക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ അവിടുത്തെ സ്റ്റാഫുണ്ട്, കുറച്ച് കുട്ടികൾ. അപ്പോൾ അവരോട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അവർ ചോദിക്കായിരുന്നു കുറേ നാളായി കണ്ടിട്ടെന്ന്. അത് വേറെ ഒന്നുമല്ല, ലോക്ക്ഡൗൺ ആകുമ്പോൾ നമുക്ക് വരാൻ പറ്റില്ലല്ലോ. 1-2 സാധനങ്ങൾ ഇടയ്ക്ക് ചുട്ടിനെ കൊണ്ട് മേടിപ്പിക്കുന്നതല്ലാതെ വന്നെടുക്കൽ പരിപാടികളൊന്നുമില്ല. ഈ 2 കളർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വേണ്ടത് കുറച്ച് വൂളൻ ത്രെഡ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫോം ഷീറ്റ് എടുക്കണം, അങ്ങനത്തെ കുറച്ച്. ഇത് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. കുറേ ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഡ്രീം ക്യാച്ചേഴ്സ് ചെയ്തത് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് ഡോൾ മേക്കിങ്ങിന് ആവശ്യമുള്ളത്. ബട്ടൺസ് തന്നെ കണ്ടില്ലേ, ചെറിയ ചെറിയ പാക്കറ്റിൽ കിടക്കണ ഒരുപാട് ടൈപ്പ് ബട്ടൺസ് ഉണ്ട്. മാല ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇയർ റിങ്സ് ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്. എല്ലാ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ,
ഇതുപോലെ ഗ്ലിറ്റേഴ്സ്, ത്രെഡ്. ഇതാണ് ത്രെഡ്. അത് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ടൈപ്പ് ത്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ. അത് കാണിച്ചു തരാം. പിന്നെ ദേ കണ്ടില്ലേ, റിബൺ, ഒരുപാട് കളേഴ്സ് റിബൺ ഉണ്ട്. ഹുക്സ്, സാധാരണ നൂല്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ ടിഷ്യൂ പേപ്പർ, ഫയല്, സ്റ്റിക്കേഴ്സ്, ബർത്ത്ഡേക്ക് ചെയ്യേണ്ട, പാർട്ടി ചെയ്യേണ്ട എല്ലാ ഐറ്റംസും ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ അതിനായിട്ട് സെറ്റ് ചെയ്ത് കുറേ സാധനങ്ങളുണ്ട്. ബർത്ത്ഡേ ഐറ്റംസ് സാധനങ്ങൾ, കുറേ സാധനങ്ങളുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഫയലുകളാണ് കേട്ടോ. ഫയല്, കുറേ സാധനങ്ങൾ. അത് എന്താ പറയുക, എല്ലാം പറയാനായിട്ട് എനിക്ക് പറ്റൂല. എന്തായാലും ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അത് കാണിച്ചു തരാം. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ കാറിൽ തന്നെ കുറച്ച് നേരം ഇരുന്ന് ബില്ലൊക്കെ ചെയ്ത് സാധനങ്ങൾ എത്തിച്ച് കാറിൽ വന്ന് ഇരുന്ന് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാൻ കുറച്ച് നേരം ഒന്ന് ഇരുന്നു. ആ മഴ കണ്ടങ്ങനെ ഇരുന്നു. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് ഇതാണ് വൂളൻ ത്രെഡ്, പെയിൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഒരു 2 ഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് 2 ഞാൻ വാങ്ങിച്ചുള്ളൂ, എനിക്കത് കൂടുതലായിട്ട് വേണം. അപ്പോൾ ഇതാണ് വൂളൻ ത്രെഡ്. ഈ കളേഴ്സ് എടുത്തിരിക്കുന്നത് നമുക്ക് എപ്പോഴും വാങ്ങിക്കുന്ന കളേഴ്സ് അല്ല കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാണ് ഒരു 15 രൂപയേ ഉള്ളൂ കേട്ടോ ആ ഒരു ത്രെഡിന്. നല്ല ഷൈനിങ് ഉള്ള ത്രെഡാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല, നല്ല ഷൈനിങ് ആണ്. പിന്നെ ഈ ഒരു പോളോടെ 2 കളർ എടുത്തിട്ടുണ്ട്. ഒരു റെഡും പാരറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു കളറും. റെഡ് തന്നെയാണ്, ക്രിപ്സൺ റെഡ് അതാണ്. പിന്നെ ചെറിയ ബോട്ടിൽസ് എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്ലവർ 2. ഇതിന് 12 രൂപയാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിന്. ഇതിന് വലുതുകൊണ്ട് ചെറുതുകൊണ്ട് മീഡിയം സൈസ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ചെറുതാട്ടോ ഞാൻ വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് എല്ലാ കളേഴ്സിലുള്ളത്. പിന്നെ ഹുക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ജൂട്ട് ത്രെഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ 2 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പൊട്ട് വാങ്ങിച്ചേട്ടോ, എനിക്കങ്ങനെ തോന്നി, അവിടെ കണ്ടപ്പോൾ എടുത്താണ്. പിന്നെ ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. കുപ്പിലിടുന്ന LED കുഞ്ഞ് ലൈറ്റില്ലേ, ആ ലൈറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ സി ബേബിക്ക് ഡ്രോയിങ് ബുക്ക് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോം ഷീറ്റ്, ഫോം ഷീറ്റിന് ഇതൊരു വലിയ ഫോം ഷീറ്റാണ്. 35 രൂപയാണ് ഈ ഒരു ഫോം ഷീറ്റിന്. ഇത് ബാക്കിൽ സ്റ്റിക്കിങ് ഇല്ലാത്തതാണ് കേട്ടോ. പിന്നെ സ്റ്റിക്കിങ് ഉള്ളതുകൊണ്ട്. പിന്നെ ഒരു ഗ്രീൻ കളറിലൊരു ഫോം ഷീറ്റ് മേടിച്ചു. അതിന് 12 രൂപയേ ഉള്ളൂ. ഈ A4 സൈസ് ഷീറ്റിനൊക്കെ 12 രൂപ 15 രൂപയൊക്കെ ഉള്ളൂ. പക്ഷെ മറ്റേ 35 രൂപ വലിയ ഷീറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് അതങ്ങനെ. അത് ഞാൻ ഒറ്റ ഷീറ്റായിട്ട് തന്നെ അങ്ങ് വാങ്ങിച്ചു, കട്ട് ചെയ്യിച്ചില്ല. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ മേടിച്ചത്. പിന്നെ നമ്മുടെ അക്രിലിക് പെയിൻറ്റ് മേടിച്ചിട്ടുണ്ട്. ബ്രഷ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 000 3 ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ, ഇനി പിന്നീട് കുറച്ചും കൂടെ വാങ്ങിക്കാം. പിന്നെ ഇനി പോകാമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? അപ്പോൾ ഇവിടെ പറ്റുമെങ്കിൽ ഈ കടയിൽ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഐറ്റംസിന് 50% ഓഫ് കിട്ടും. ഒരുപാട് പേര് നമ്മളോട് കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഓപ്പണാണ്. രാത്രി 9 മണി വരെ കട ഓപ്പണാണ്. രാവിലെ 9 മണി തൊട്ടാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഓപ്പണാണ്, വന്ന് വാങ്ങിക്കാം. ചാരു സർക്കിൾ പേര് പറഞ്ഞാൽ മതി. 50% ഓഫ് ക്രാഫ്റ്റ് ഐറ്റംസിന് കിട്ടും. അപ്പോൾ എല്ലാവരും വരില്ലേ? വരിക, അവിടെ അടുത്തുണ്ടെങ്കിൽ വരിക, സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.